ഇടുക്കി പെരുവന്താനത്തിന് സമീപം കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. സോഫിയയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം ധനസഹായം ഇന്ന് തന്നെ കൈമാറുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. സോഫിയയുടെ മകൾക്ക് സർക്കാർ ജോലിക്കായി ശുപാർശ നൽകുമെന്ന കളക്ടറുടെ ഉറപ്പിന്മേലാണ് രാത്രി ഏറെ വൈകിയും പ്രതിഷേധം നടത്തിയ നാട്ടുകാർ പിരിഞ്ഞുപോയത്. ആൽവിൻ തോമസും ഗോകുലുമുണ്ട്. ആൽവിൻ, വിവരങ്ങൾ. ഇന്നലെ വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ കൊമ്പൻപാറ എന്ന സ്ഥലത്ത്, പെരുവന്താനത്തിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ ഉള്ളിൽ കൊമ്പൻപാറ എന്ന സ്ഥലത്താണ് ടി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം. അത് റബ്ബർ തോട്ട മേഖലയാണ്, തോട്ടം മേഖലയാണ്. അതിനോട് ചേർന്ന് താമസിക്കുന്ന സോഫിയ എന്ന സ്ത്രീയാണ് വൈകുന്നേരം 5:30 മണിയോടുകൂടി തൊട്ടടുത്തുള്ള അരുവിയിലേക്ക് കുളിക്കാനായി പോകുന്നത്. ആ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് വീട്ടുകാർ തിരക്കി ചെന്നപ്പോഴാണ് സോഫിയ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തുകയും തൊട്ട് അടുത്ത് തന്നെ കാട്ടാന വലിയ ചിഹ്നം വിളിയോടുകൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ അവിടെ നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടക്കം അറിയിച്ചിരുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്ത് വലിയ തോതിൽ കാട്ടാന ശല്യം ഈ ടി എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നാട്ടുകാർ പരാതിപ്പെടുന്നതാണ്. വനംവകുപ്പ് പലപ്പോഴും വന്ന് കാട്ടാന കൂട്ടത്തെ അവിടുന്ന് ഓടിക്കാറുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ പ്രദേശം കൊമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇന്നലെ ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. വീടിനോട് ചേർന്നടുത്തുള്ള ഒരു അരുവിയിൽ കുളിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്നതും സോഫിയയുടെ ജീവൻ നഷ്ടപ്പെടുന്നതും. രാത്രി വലിയ പ്രതിഷേധം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ജനപ്രതിനിധികളടക്കം നാട്ടുകാരടക്കം പുലർച്ചെ വരെ ഈ പ്രദേശത്ത് തടിച്ചുകൂടി വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. ഏതാണ്ട് 1 മണിയോടുകൂടി ജില്ലാ കളക്ടർ എത്തുകയായിരുന്നു. ആ ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും എത്തിയാൽ മാത്രമേ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ എന്ന തരത്തിലായിരുന്നു പ്രതിഷേധം. ആ പ്രതിഷേധത്തിനൊടുവിൽ ഇടുക്കി ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരിയും അതോടൊപ്പം തന്നെ ഇടുക്കി സബ് കളക്ടറും സ്ഥലത്തെത്തിയ ശേഷം ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ നിന്ന് മൃതദേഹം മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. പുലർച്ചെ 1 മണി 1:30 മണിയോടുകൂടിയാണ് ഈ മൃതദേഹം സോഫിയയുടെ മൃതദേഹം അവിടെ നിന്ന് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇന്ന് അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകും. രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടായ ശേഷം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കളക്ടർ നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിനുള്ള ധനസഹായമായ 10 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ സോഫിയയുടെ മകൾക്ക് സർക്കാർ ജോലി ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുമെന്നുള്ളതാണ് കളക്ടർ വി വിഘ്നേശ്വരി ഉറപ്പ് നൽകിയത്. വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും നാട്ടുകാർക്കും അടക്കമുള്ള ആളുകൾക്കാണ് അത്തരം ഒരു ഉറപ്പ് അവർ നൽകിയത്. അതേ തുടർന്നാണ് അവിടെ നിന്ന് പ്രതിഷേധത്തിനൊടുവിൽ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ നാട്ടുകാർ തയ്യാറായത്. വലിയ പ്രതിഷേധം ഈ പ്രദേശത്തുണ്ട്. കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്ത് ടി എസ്റ്റേറ്റ് എന്ന് പറയുന്ന തോട്ടം മേഖല, റബ്ബർ തോട്ടം മേഖലയായ സ്ഥലത്ത് വലിയ തോതിൽ കാട്ടാന ശല്യം ഉണ്ട്. കൂട്ടമായി കാട്ടാനകൾ പതിവായി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സ്ഥിരമായി വനം വകുപ്പിന് ഇവർ പരാതിപ്പെടുന്നുണ്ട് ഈ പ്രദേശവാസികൾ. അതിൽ പലപ്പോഴും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ അവരുള്ളത്. അത്തരത്തിലൊരു സംഭവത്തിനൊടുവിലാണ് ഇപ്പോൾ ദാരുണമായ ഒരു സംഭവം, ഒരു മരണം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് അവിടെ ഒരു കാട്ടാന ആക്രമണത്തിലോ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. ഈ കുടുംബത്തിന് വേണ്ട ധനസഹായം ഇന്ന് തന്നെ നൽകുന്നതിന് വേണ്ട ഉറപ്പും നടപടികളും ഉണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ സബ് കളക്ടറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. അവർ എത്താതെ ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ കഴിയില്ല എന്ന തരത്തിൽ വലിയ പ്രതിഷേധം ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കമുള്ള ആളുകൾ നടത്തിയിരുന്നു. അതേ തുടർന്നാണ് പുലർച്ചയോടുകൂടി ഏതാണ്ട് 1 മണിയോടുകൂടി വിഘ്നേശ്വരി ജില്ലാ കളക്ടർ അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥർ എത്തുകയും അവർക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ നിന്ന് മൃതദേഹം നീക്കം ചെയ്യാനായിട്ട് തീരുമാനമായത്. അങ്ങനെയാണ് ആ സമയത്ത് അവിടെ നിന്ന് മൃതദേഹം നീക്കം ചെയ്തുകൊണ്ട് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അത് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ആണ് അത്തരമൊരു നടപടി ഉണ്ടാക്കുക, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുക. തുടരുക. ഗോകുൽ കൂടി ചേരുന്നുണ്ട്. ഗോകുൽ മുണ്ടക്കയം ആശുപത്രിയുടെ മുന്നിലാണുള്ളത് എന്നാണ് കരുതുന്നത്. ഗോകുൽ, എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ? എപ്പോഴേക്കാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുക?
അതിന് ഇന്നലെ രാത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സോഫിയയുടെ മൃതദേഹം മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ഇപ്പോൾ ഇവിടുത്തെ മോർച്ചറിയിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇനി അടുത്തതായിട്ട് പുരോഗമിക്കാനിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുന്നുണ്ടാവുക. പോസ്റ്റ്മോർട്ടം നടപടികൾ ഈ ആശുപത്രിയിലല്ല, അത് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലായിരിക്കും. അത് ഏകദേശം ഒരു 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ടാവുക. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ മൃതദേഹം വെച്ചുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആ സംഭവ സ്ഥലത്ത് വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ രാത്രി അർദ്ധരാത്രിയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസിൻ്റെയും ജില്ലാ അധികൃതരുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ തന്നെ അനുരഞ്ജന ചർച്ചകളുടെ ഫലമായിട്ടാണ് നാട്ടുകാർ ആ പ്രതിഷേധം അവസാനിപ്പിക്കുകയും അതിനുശേഷം മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊക്കെ തന്നെ തയ്യാറായിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. എന്തായാലും നൽകിയിട്ടുള്ള ഉറപ്പ് അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് പോവുകയില്ല. നഷ്ടപരിഹാരം അടക്കം ഇന്ന് തന്നെ നൽകുമെന്ന് ഉറപ്പ് ജില്ലാ കളക്ടർ അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച അല്ലെങ്കിൽ വീഴ്ച വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഈ TR&D എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സോഫിയ ഇത്തരത്തിൽ മക്കളെ സ്കൂളിൽ നിന്ന് വന്ന മക്കളെ ഇരുത്തിയതിന് ശേഷം കുളിക്കാനായിട്ട് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഏറെ നേരമായിട്ടും ഈ അമ്മ മടങ്ങി വരാത്തത് കണ്ട് മകൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത്തരത്തിൽ സംഭവം കാണുകയും ചെയ്തത്. തുടർന്ന് ഇസ്മയിലും, അതായത് സോഫിയയുടെ ഭർത്താവ് ഇസ്മയിൽ അടക്കമുള്ള ആളുകൾ ഓടി വന്നിട്ടാണ് ഈ കാട്ടാനയെ ഓടിക്കുകയും ഒക്കെ ഉണ്ടായത്. അതിനുശേഷം അവിടെ നാട്ടുകാരെല്ലാം കൂടി ഒത്തുകൂടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഇന്നലെ രാത്രിയിലടക്കം നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മാസം ഇത് രണ്ടാമത്തെ വന്യജീവി ആക്രമണമാണ്, പ്രത്യേകിച്ച് കാട്ടാന ആക്രമണമാണ് ഉണ്ടാകുന്നത്. മുമ്പും ഇടുക്കി ജില്ലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുക്കിയിലെ മറയൂരിൽ ഈ മാസം 6-ാം തീയതി ഒരു വ്യക്തിയെ കാട്ടാന ആക്രമിച്ചു കൊന്നിരുന്നു. മാത്രമല്ല ഈ വർഷം ഇത് 1.5 മാസത്തിനിടയ്ക്ക് 7ാമത്തെ വന്യജീവി ആക്രമണമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നുള്ള ആവശ്യം ഏറെ നാളായിട്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ കാട്ടാന ശല്യം വളരെ നാളുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഉണ്ടായിരുന്നതായിട്ട് നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 26ഓളം കാട്ടാനകൾ വിഹരിക്കുന്ന ഒരു മേഖലയായിട്ട് ഈ പ്രദേശം മാറിയിരുന്നു. അത്തരത്തിൽ മുമ്പ് തന്നെ വനംവകുപ്പിനും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതർക്കും ഒക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പരാതികൾ ചെന്നിരുന്നെങ്കിൽ പോലും ആ കാട്ടാന ശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള നടപടി ഈ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് അത്തരത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിന് അത് കാരണമായി മാറിയതെന്നുള്ളൊരു വിലയിരുത്തലാണ് നാട്ടുകാർക്കുള്ളത്. കൃത്യമായിട്ട് നടപടികൾ കൈക്കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ സോഫിയയെ പോലുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നും നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് നാട്ടുകാർ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനി അത്തരത്തിലൊരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇനിയെങ്കിലും ഈ 2 അപകടങ്ങൾ ഇടുക്കിയിലുണ്ടായി, അല്ലെങ്കിൽ ഈ വർഷം ഇത് 7ാമത്തെ അപകടമാണ്. ഇത്രയും അപകടം ഉണ്ടായിട്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വനംവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഈ വിഷയത്തിൽ കാണണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സോഫിയയുടെ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ടാവും. അതിര കൊമ്പൻപാറ TR&D എസ്റ്റേറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ സോഫിയെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുളിക്കാൻ പോയി മടങ്ങി വരാതിരുന്നതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഈ സോഫിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. വനാതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിച്ചത് എന്നൊക്കെയുള്ളതാണ്. ആൽവിൻ കൂടി തുടരുന്നുണ്ട്. ആൽവിൻ, നമുക്കറിയാവുന്നതുപോലെ എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ ഇത് 2ാമത്തെ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാകുന്ന 2ാമത്തെ മരണമാണ് ഈ മാസം തന്നെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾ വലിയ പ്രതിഷേധം ആയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിൽ വനമന്ത്രിയോടക്കം നേരിട്ട് പരാതി പറഞ്ഞിട്ടും ഈ വിഷയത്തിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇന്നും വലിയ പ്രതിഷേധ സാധ്യതയുണ്ടോ? അതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ആഴ്ച തന്നെ കഴിഞ്ഞ ഒരു 6 ദിവസത്തിനിടെയാണ് ഈ വീണ്ടും ഒരു ആക്രമണം കൂടി ഉണ്ടാകുന്നത്. മറയൂരിലാണ് കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി ആയിട്ടുള്ള ആളെ കാട്ടാന ആക്രമിച്ച് കൊല്ലുന്നത്. മറയൂരിലെ
ചിന്നാർ വനമേഖലയിലാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ മറ്റൊരു ആക്രമണം കൂടി ഉണ്ടാകുന്നത്. അത് തോട്ടം മേഖലയോട് ചേർന്നൊക്കെയുള്ള പ്രദേശമാണ് ചിന്നാർ വനമേഖല എന്ന് പറയുന്നത്. ഈ മറയൂർ മേഖലയ്ക്ക് അടുത്താണ്. ഇത് മറ്റൊരു വശം കൂടിയ മറ്റൊരു ദിശ കൂടിയായ സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം. കോട്ടയം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലം. പെരുവന്താനം എന്ന സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലമാണ് ഈ കൊമ്പൻപാറ. അവിടെയാണ് ഇപ്പോൾ ഈ ഇങ്ങനൊരു കാട്ടാന ശല്യത്തിൽ ഒരു ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിയുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. വലിയ തോതിൽ ഇടുക്കി ജില്ലയുടെ വനാതിർത്തി മേഖലയിലുള്ള മുഴുവൻ ആളുകളും വലിയ ഭീതിയിലാണ് എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. കാര്യം ദിനം പ്രതി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അവരെ ആശങ്കയിലാക്കുന്നുണ്ട്. പല ആളുകളും അവിടെ നിന്ന് ഭൂമി വിറ്റിട്ട് പോലും അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പാർക്കുന്ന രീതിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാര്യം അത്രത്തോളം ഭയപ്പാടിലാണ് അവരവിടെ കഴിയുന്നത്. വനാതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ അതിരൂക്ഷമായ വന്യജീവി ആക്രമണമാണ് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ളൊരു ആക്രമണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീതിയിലുമാണ് ആളുകൾ ഉള്ളത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഇത് എന്ന് പറയുന്നത് റബ്ബർ തോട്ടം ഉള്ള മേഖലയാണ്. ഇത് ആറാം ടി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് റബ്ബർ പ്ലാന്റേഷൻ നടത്തിയിരിക്കുന്ന ഒരു തോട്ടം മേഖലയാണ്. ഈ തോട്ടം മേഖലയിൽ സ്ഥിരമായി ആന കൂട്ടമായി എത്തുന്നുണ്ട്. മുമ്പ് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 26ഓളം ആന അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സ്ഥിരമായി അവിടെ വനത്തിൽ നിന്ന് ഇറങ്ങി ഈ തോട്ട മേഖലയിൽ വരാറുണ്ട്. ഈ തോട്ട മേഖലയോട് ചേർന്നൊക്കെയും നിരവധി ആൾപ്പാർപ്പുള്ള സ്ഥലമാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്നുണ്ട് എന്നും വലിയ പ്രതിഷേധം എപ്പോഴും ഈ നാട്ടുകാർ പ്രതിഷേധം അറിയിക്കുന്നതാണ്. വനം വകുപ്പ് ആ സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ എത്തുകയും പടക്കം പൊട്ടിച്ചുമൊക്കെ മറ്റും കാട്ടാനകളെ തുരത്തുകയൊക്കെ ചെയ്യും. പക്ഷേ പിന്നീട് വീണ്ടും കാട്ടാനകൾ അതേ സ്ഥലത്ത് തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഈ സോഫിയ മരിച്ച സ്ഥലത്ത് ഈ കൊമ്പൻപാറയ്ക്ക് ചെന്നാട്ടുപാറ എന്ന് പറയുന്ന പ്രോപ്പറായ സ്ഥലം, കൊമ്പൻപാറയ്ക്ക് തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശമാണ് ചെന്നാട്ടുപാറ. ഇവിടെയാണ് സ്ഥിരമായി ആന വരുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളത് അവർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊരു നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ്, സ്ഥിരമായി ആനയെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ട നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇന്നലെ ഇത്തരമൊരു ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യമുള്ളത്. നിരവധി ആയ പരാതികൾ വനംവകുപ്പ് മന്ത്രിയുടെയും പക്കലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അറിയാവുന്നതുപോലെ തന്നെ ജനപ്രതിനിധികളടക്കം പലതവണ ആവർത്തിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ സ്ഥായിയായ നടപടി ഉണ്ടാകുന്നില്ല, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ആന ഇറങ്ങുമ്പോൾ അല്ലെ മറ്റു വന്യജീവികൾ ഇറങ്ങുമ്പോൾ അവിടെ വന്ന് ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തി അവിടെ നിന്ന് വനംവകുപ്പ് മടങ്ങുകയല്ലാതെ മറ്റൊരു സ്ഥായിയായ സംഭവങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ വന നിയമമടക്കം മാറ്റി പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളത് ജനപ്രതിനിധികൾ പോലും അഭിപ്രായപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്രത്തോളം നാട്ടുകാർക്ക് ഭീതിജനകമാം വിധം ഉള്ള വന്യജീവികളെ കൊല്ലുന്നതിനടക്കമുള്ള നിയമങ്ങൾ നടത്തണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ജനങ്ങളുടെയൊക്കെയും അഭിപ്രായവും. അവരങ്ങനെയാണ് ആവശ്യം ഉന്നയിക്കുന്നതും ജനപ്രതിനിധികളും അത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ, ഒരു മരണം നടക്കുമ്പോൾ മാത്രമാണ് ഇത്തരം ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷെ പിന്നീട് തുടർന്നൊരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ ഭീതിയിലായിരുത്തുന്നത്. ഇടുക്കിയുടെ വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ മേഖലകളിലും വലിയ തോതിലുള്ള ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്, ഓരോ നിമിഷവും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെയും കാട്ടാന ഏതാണ്ട് 5 മണി 6 മണി സമയത്ത് പോലും പലയിടങ്ങളിലും ഇറങ്ങുന്നുണ്ട്, പകൽ സമയത്ത് ഇറങ്ങുന്നുണ്ട്. ഇത് സ്കൂൾ കുട്ടികളായിട്ടുള്ള കുട്ടികൾ പോകുന്നിടത്ത് പോലും ഇത്തരത്തിൽ വലിയ ഭീതി നിലനിൽക്കുന്നു. അവർക്ക് സ്കൂളിൽ പോകാൻ പലയിടങ്ങളിലും കഴിയാത്ത സ്ഥിതിയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ഡിസംബർ 29-നാണ് മുള്ളരിങ്ങാട് എന്ന പ്രദേശത്ത്, തൊടുപുഴ വണ്ണപ്പുറത്തിനടുത്ത് മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ആൾപ്പാർപ്പ് തിങ്ങിയ പ്രദേശമാണ്, ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ സ്കൂൾ കുട്ടികളടക്കം സ്കൂളിൽ പോകാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് എന്തായാലും സ്ഥിരമായി കാട്ടാന ഭീതിയിൽ കഴിയുന്ന ജനവാസ മേഖല തന്നെയാണത്. പെരുവന്താനത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ സോഫിയ എന്നുള്ള യുവതി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ മൃതദേഹം മുണ്ടക്കയം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നീട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നടത്തിയത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗോകുലും ആൽവിൻ തോമസും.